കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 20-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു. സാമുവേൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു, എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാത്തു നിൽക്കുന്ന ദൈവമാണ്. തിന്മ ചെയ്തിട്ട് ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, രോഗിയായവരുണ്ട്. പാപം ചെയ്തിട്ട് മാപ്പ് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിയ വിശ്വാസിയുമുണ്ട്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം, ഭയത്തിനും വിശ്വാസത്തിനും ശക്തിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ പല തിന്മകളും ചെയ്ത വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോ പൂർവികരോ ചെയ്ത തിന്മയുടെ ഫലമായ ശാപവും പേറി നടക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറാതെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, സ്വസ്ഥത, സന്തോഷം, ശാപത്തിൽ നിന്നും വിടുതൽ കർത്താവ് നമുക്ക് നൽകും. കാരണം കർത്താവായ ദൈവം ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം തിരുവചനം വ്യക്തമാക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമ്മെ സ്നേഹിക്കുന്ന കർത്താവായ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപയാൽ നിറയപ്പെടുവാനായി ഈ നിമിഷം അവിടുത്തെ സന്നിധിയിൽ നമ്മെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തോട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനങ്ങെ സ്നേഹിച്ചില്ലല്ലോ, ഓ എൻ്റെ യേശുവേ, അങ്ങനെ സ്നേഹിച്ചിടുമ്പോ ഞാനങ്ങെ സ്നേഹിച്ചില്ലല്ലോ, എന്നിട്ടും തൻ കൃപയാൽ അങ്ങനെ നടത്തിയിടുന്നു, എന്നിട്ടും തൻ കൃപയാൽ അങ്ങനെ നടത്തിയിടുന്നു. കർത്താവായ യേശുവേ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ദൈവമേ, അങ്ങയ്ക്ക് ഞാൻ എന്ത് പകരം നൽകും കർത്താവേ? ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന എൻ്റെ യേശു. എന്തു നൽകിയിടും, എൻ പ്രാണനെ പകരം നൽകാം. യേശുവേ, ഞാൻ എന്തു നൽകിയിടും, എൻ പ്രാണനെ പകരം നൽകാം. തിരുനാമത്തെ ഉയർത്തിയിടുവാൻ അഭിഷേകം ചെയ്തിടണേ. യേശുവേ, തിരുനാമത്തെ ഉയർത്തിയിടുവാൻ അഭിഷേകം ചെയ്തിടണേ. അങ്ങനെ സ്നേഹിച്ചിടുമ്പോ ഞാനങ്ങെ സ്നേഹിച്ചില്ലല്ലോ, എന്നിട്ടും തൻ കൃപയാൽ അങ്ങനെ നടത്തിയിടുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ടും തൻ കൃപയാൽ അങ്ങനെ നടത്തിയിടുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ. അവിടുത്തെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിനോടൊത്തായിരിക്കുവാൻ തക്കവിധം ഞങ്ങളെ സഹായിക്കണമേ.
ഇന്നീ ദിവസത്തെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ആത്മനേ വന്നെന്നിൽ നിറയൂ, പുത്തൻ കൃപകളെ പകർന്നു തരൂ. ആത്മനേ വന്നെന്നിൽ നിറയൂ, പുത്തൻ കൃപകളെ പകർന്നു തരൂ. അന്ത്യത്തോളം പാതെ ഗമിപ്പാൻ എന്റെ മുന്നിലായി നടന്നിടണേ. അന്ത്യത്തോളം പാതെ ഗമിപ്പാൻ എന്റെ മുന്നിലായി നടന്നിടണേ. അങ്ങനെ സ്നേഹിച്ചിടുമ്പോ ഞാനങ്ങെ സ്നേഹിച്ചില്ലല്ലോ. അങ്ങനെ സ്നേഹിച്ചിടുമ്പോ ഞാനങ്ങെ സ്നേഹിച്ചില്ലല്ലോ. എന്നിട്ടും തൻ കൃപയാൽ അങ്ങനെ നടത്തിയിടുന്നു. യേശുവേ, എന്നിട്ടും തൻ കൃപയാൽ അങ്ങനെ നടത്തിയിടുന്നു. ഇന്ന് കർത്താവായ യേശുവിന്റെ സ്നേഹത്താൽ നാം നിറയപ്പെടുകയും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.